ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. കുറച്ച് കാലങ്ങളായിട്ട് എൻ്റെ പ്രസംഗം സ്ഥിരം കേൾക്കുന്ന ചില ആളുകൾ എൻ്റെ അടുക്കൽ ഒരു നിർദ്ദേശം വെച്ചു. വേദപുസ്തകത്തിലെ പ്രസംഗങ്ങൾ ഇഷ്ടംപോലെ കേൾക്കാനുണ്ട്, എന്നാൽ ആരാധനാഗീതങ്ങളുടെ അർത്ഥം വ്യക്തമാക്കി തരുന്നതൊന്നും ഇല്ല. ഞാൻ ആലോചിച്ചപ്പോൾ അത് വളരെ ശരിയാണെന്ന് തോന്നി. കാരണം നമ്മുടെ ആരാധനയുടെ സൗന്ദര്യം അത് മനോഹരമെന്ന വാക്കിൽ ഒതുക്കാനാവില്ല. മാസ്മരികമെന്ന് തന്നെ പറഞ്ഞത് അത്ര മനോഹരമാണ്. പക്ഷെ ആധുനിക തലമുറയിൽപ്പെട്ട പലർക്കും അത് ആസ്വദിക്കാൻ കഴിയുന്നില്ല. എന്തും നമ്മൾ ചെയ്യുന്നതൊക്കെ ആസ്വദിച്ച് ചെയ്യണം. കുർബാനയും ആസ്വദിക്കണം, പക്ഷെ അതിനർത്ഥം അറിയണം. പഴയ പരിഭാഷകൾ പലതും പുതിയ തലമുറയ്ക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത വിധത്തിൽ തന്നെയായിരിക്കുന്നു. അതുകൊണ്ടാണ് ആരാധനകൾ നിങ്ങളുടെ അർത്ഥം വ്യക്തമാക്കുന്ന ചില വീഡിയോകൾ ഇടയ്ക്കിടയ്ക്ക് ഇടണം എന്നൊരു നിർദ്ദേശം അവർ വെച്ചത്. അതുകൊണ്ട് ഈ പ്രാവശ്യം 2 ആരാധനാ ഗീതങ്ങളുടെ അർത്ഥം വ്യക്തമാക്കുന്ന ഒരു ഭാഗം ഞാൻ ചെയ്യുകയാണ്. ഒരുപോലിങ്ങോമോർഗീവറുഗീസുണ്ടേമേലും നിന്നോർമ്മ. നമ്മളൊക്കെ ചെറുബാല്യം മുതൽ പഠിച്ചിട്ടുള്ള ഈ പാട്ട്. പക്ഷെ ഉണ്ടേമേലും നിന്നോർമ്മ എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം എന്താണെന്ന് ഞാൻ സൺഡേ സ്കൂളിൽ പഠിക്കുന്ന 60കളും 70കളും മുതൽ ഞാൻ ചോദിച്ചതാണ് പലരോടും. ഒരാൾക്കും സത്യത്തിൽ അറിയില്ല. പലരും പറഞ്ഞു തന്നിരിക്കുന്ന അർത്ഥം വികലമാണ്. ഉണ്ട എൻ്റെ മേലും നിന്റെ ഓർമ്മ എൻ്റെ മേലും ഉണ്ട. ചില അങ്ങനെ വ്യാഖ്യാനിച്ചത്. നിന്റെ ഓർമ്മ എൻ്റെ മേലും ഉണ്ടാകണമേ, ഉണ്ടാകാം, അങ്ങനെ വ്യാഖ്യാനിച്ചവരും ഉണ്ട്. പക്ഷെ സെമിനാരിയിൽ ചേർന്ന് സുറിയാനിയിൽ ആരാധനാ ഗീതങ്ങൾ പഠിച്ചപ്പോഴാണ് ഇതൊന്നുമല്ല ഇതിൻ്റെ അർത്ഥം എന്നെനിക്ക് മനസ്സിലായത്. അത് സുറിയാനിയിലെ വരികൾ എങ്ങനെ അറിയാമോ? ദുഃഖറോനോക് നിന്റെ ഓർമ്മ, മോർഗി വർഗീസേ നിന്റെ ഓർമ്മ, ഹൊർക്കോ ഇവിടെ ഈ ഭൂമിയിൽ, വൽ എൽ ബഷുമായോ സ്വർഗത്തിൽ. എന്നുവെച്ചാൽ പെട്ടെന്ന് പറഞ്ഞു തീർക്കാം. അതിൻ്റെ അർത്ഥം ഇതാണ്: മോർഗി വർഗീസേ നിന്റെ ഓർമ്മ സ്വർഗത്തിലും ഭൂമിയിലും ഒരുപോലെയുണ്ട്. അതുകൊണ്ട് നിന്റെ ഓർമ്മയെ ആദരിക്കുന്ന ഞങ്ങൾക്ക് നിന്റെ പ്രാർത്ഥന പ്രയോജനകരമായി തീരണം. ഇതാണ് ആ പാട്ടിൻ്റെ അർത്ഥം. ഒരല്പം വ്യത്യാസപ്പെടുത്തി നമ്മളത് ചിന്തിച്ചാൽ അതിൻ്റെ അർത്ഥം വളരെ ക്ലിയർ ആയിരിക്കും. നിന്നോർമ്മ ഭൂസ്വർഗങ്ങളിലൊരുപോലെ ഉദഗണമേ നിൻ പ്രാർത്ഥന നിൻ ഓർമ്മയെ ബഹുമാനിച്ചോർക്കായി. സോറി, ഞാൻ പാട്ടുകാരനല്ല, പാടാനൊട്ടും അറിയുകയില്ല. എങ്കിലും ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലായി കാണും എന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഇനി വേറൊരു പാട്ട് കൂടി പറഞ്ഞ ഈ ഭാഗം ഞാൻ അവസാനിപ്പിക്കാം. അടുത്തത് പിന്നീട് വേറൊരു എപ്പിസോഡിൽ പിന്നീട് ഒരു സമയത്ത് ഞാൻ പറയാം. ഇനി മുടികൾ മുടഞ്ഞോട്ടിത്തകിടും ബലിപീഠത്തിലിരിപ്പുണ്ട് നിർമ്മലരായി പരികർമ്മിപ്പോ രാജാര്യർക്കവ ചൂടിയിടും. എന്താണ് എൻ്റെ അർത്ഥം? ഞൊട്ടിത്തകിടുമെന്ന് പറഞ്ഞാൽ എന്താണെന്ന് ഒരാൾക്കും വ്യക്തതയില്ല. ഒത്തിരി പേരോട് ചോദിച്ചിട്ടുണ്ട്. പലപ്പോഴും ഞാൻ ഇതിനെപ്പറ്റി ക്ലാസ് എടുത്തിട്ടുണ്ട്. ക്ലാസ്സിൽ ഞാൻ ചോദിച്ചതിൻ്റെ ആരും ഉത്തരം പറഞ്ഞിട്ടില്ല. അതിൽ സത്യത്തിൽ അതിൻ്റെ അർത്ഥം ഇതാണത്: മുടികൾ, മുടി എന്ന് വെച്ചാൽ കിരീടം എന്നാണ് അർത്ഥം. മുടികൾ മുടഞ്ഞത്, ഉണ്ടാക്കിയെടുത്ത കിരീടങ്ങൾ ഒട്ടിത്തകിടും. വാക്ക് തിരിച്ചിട്ടു എന്നുള്ളൂ. തകിടൊട്ടി എന്നാണ്. തകിട് കൊണ്ടാണല്ലോ, ഷീറ്റ് കൊണ്ടാണല്ലോ കിരീടമൊക്കെ ഉണ്ടാക്കുക. അതിങ്ങനെ തകിടുകൾ ഒട്ടി ഒട്ടി ഞെങ്ങി ഞെരുങ്ങിയിരിക്കുന്നുണ്ട്. അത്രയേ സമൃദ്ധിയായിട്ട്. എവിടെയാണത് ഇരിക്കുന്നത്? ദൈവത്തിൻ്റെ ബലിപീഠത്തിങ്കിലാണ് ഇരിക്കുന്നത്. എന്തിനു വേണ്ടിയാണ് ഇങ്ങനെ സമൃദ്ധിയായി അളവറ്റ കിരീടങ്ങൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്? നിർമ്മലതയോടുകൂടെ
ദൈവാലയത്തിൽ ശുശ്രൂഷ ചെയ്യുന്ന ആചാര്യന്മാർക്ക് നൽകപ്പെടുവാനായിട്ടാണത്. അതിനാണ് കിരീടങ്ങൾ. ഇങ്ങനെ തകിടൊട്ടി, അത് ട്യൂണൊപ്പിച്ചപ്പോൾ ഒട്ടി തകിടുന്നായി, അത് പാടി വന്നപ്പോൾ ഞൊട്ടി തകിടുന്നായി, അർത്ഥം ഒന്നും വ്യക്തമല്ലാണ്ടായി. നമുക്കർത്ഥം ഗ്രഹിക്കാൻ വേണ്ടി മാത്രം, മാറ്റിപ്പാടാനൊന്നുമല്ല, നമുക്കർത്ഥം ഗ്രഹിക്കാൻ വേണ്ടി മാത്രം സുറിയാനിയിലെ ഏതാണ്ട് അതേ ക്രമത്തിൽ ഞാൻ അർത്ഥമൊന്ന് പാടാം, ആ വരികളൊന്ന് പാടാം. തകിടൊട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ തിങ്ങി നിറഞ്ഞ, ഞെങ്ങി ഞെരിഞ്ഞ ഒക്കെയുള്ള അർത്ഥം. മുടുകൾ മുടഞ്ഞ വയിടതിങ്ങി ബലിപീഠത്തിലിരിപ്പുണ്ട, നിർമ്മലരായി പരികർമ്മിപ്പോ രാജാര്യർക്കവ ചൂടിയിടും. എത്ര മനോഹരമാണ്, എത്ര അർത്ഥപൂർണമാണ് ആ വാക്കുകൾ നോക്കിയേ. ഇത് ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. കുറച്ച് നാളുകൾക്ക് ശേഷം പിന്നീടും ഇതുപോലെ ആരാധനാഗീതങ്ങളുടെ അർത്ഥം വിശദമാക്കുന്ന വേറൊരു വീഡിയോയായിട്ട് വരാം. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഇത് ഞാൻ പ്രത്യേകിച്ച് ചെയ്തത് സൺഡേ സ്കൂൾ അധ്യാപകരെയും കുട്ടികളെയും പ്രതിയാണ്. അവരാണ് പഠിക്കുന്നവർ, അവരാണ് പഠിപ്പിക്കുന്നവർ. എന്നാൽ മദ്ബഹായിലെ ശുശ്രൂഷകർക്ക് വളരെ പ്രയോജനപ്പെടും. അതുപോലെ തന്നെ ആരാധനയിൽ അറിഞ്ഞ് സംബന്ധിക്കുവാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്കും യുവാക്കൾക്കും എല്ലാവർക്കും പ്രയോജനമാണ്. ശ്രദ്ധയോടെ കേൾക്കുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്തുക. മറ്റുള്ളവർക്ക് ഇത് പെടുത്തും എന്നുള്ളവർക്ക് അത് അയച്ചു കൊടുക്കുക. ദൈവം അനുഗ്രഹിക്കട്ടെ. ദൈവത്തിന് സ്തുതി.